Nubia Pad 3D എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാതെ 3D എക്സ്പീരിയൻസ് തരുന്ന ടാബ്ലറ്റാണ് Nubia Pad 3D. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Nubia Pad 3D എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 12.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുന്നുണ്ട്. 2.5K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2560x1600 ആണ്. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല, LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു 3D ടാബ്ലറ്റ് ആണ്. അതും ഗ്ലാസ് ഒന്നും സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് തന്നെ നമുക്ക് 3Dയിൽ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഇത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല, അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും അല്ല, അതിൻ്റെ മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ കുറച്ച് പഴയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്, എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ 128 GB ഇൻറ്റേർണൽ വെർഷനും 256 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ടൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള MyOS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3D എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം അവർ ക്യാമറയിലോട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ടും 16 മെഗാ പിക്സൽ സെൻസേഴ്സാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഡ്യുവൽ ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ടും 8 മെഗാ പിക്സൽ സെൻസേഴ്സാണ്. അപ്പം 3Dക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്യാമറയിലൊക്കെ നമുക്കൊരു 3D എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 20 mAh ബാറ്ററി ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ ഈ ഒരു ടാബ്ലറ്റ് അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നീടായിരിക്കും മിക്കവാറും അനൗൺസ് ചെയ്യുക. ഇനി ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം നൂബിയ പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ടാബുകൾ ലോഞ്ച് ചെയ്യാറില്ല. പൊതുവെ അവർ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. അപ്പം ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നൂബിയയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും Nubia Pad 3D എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.